കറുകുറ്റി പഞ്ചായത്തിലെ 7-ാം വാർഡിലെ ഏഴാറ്റൂർ പ്രദേശത്തെ ജനങ്ങളാകെ ഭീതിയിലാണ്. കുറേ നാളുകളായി ഈ 7-ാം വാർഡിലെ മുന്നൂർപ്പള്ളി കട്ടിങ് ഏഴാറ്റൂർ പ്രദേശത്തെ ജനങ്ങൾ ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റുന്നു. ഞങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒച്ച കേട്ട വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും ആനക്കൂട്ടം കണ്ട് പേടിച്ച് ഞങ്ങൾ വീടിനകത്ത് തന്നെ കഴിഞ്ഞു കൂടേണ്ട ഗതികേടിലാണ്. ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഫെൻസിങ് ഇടും, അതിന് ടെൻഡറായിട്ടുണ്ടെന്ന് പറയണതല്ലാതെ പ്രായോഗികമായി ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാനുള്ള ഒരു നടപടിയിലും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് കടുത്ത അമർഷത്തിലാണ് ഈ 7-ാം വാർഡിലെ ജനങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചെറിയ തോതിലുള്ള ചില വർക്കുകൾ ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് കുറേ വാച്ചർമാരോട് നിയമിച്ചിട്ടുണ്ട്. 3 വാച്ചർമാർ ഇവിടെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഈ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ജോലി ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നില്ല. ഈ കാര്യത്തിൽ അവർ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇത്രയും ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയിട്ടും ഈ ആനേനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 ദിവസങ്ങളായി തുടർച്ചയായിട്ട് ഇവിടെ ആനകൾ വരികയാണ്. എന്നിട്ട് ഇവിടെ ഈ ആനകൾ ഇറങ്ങിയിട്ടുള്ള ആനകളെ തിരിച്ച് വനത്തിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നതിനുള്ള ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ ആനകൾ വരും. കാട്ടാനകളുടെ കൂട്ടമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് വരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങൾ കടുത്ത ഭീതിയിലും ആശങ്കയിലുമാണ്. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ, റേഞ്ച് ഓഫീസിൽ, ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണത്, ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ കുടിൽ കെട്ടി സമരം ചെയ്യും. അതിനുള്ള തീരുമാനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ 24-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചേക്കാണ്. ഈ സമരം കണ്ടില്ല എന്ന് അടിക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനമെങ്കിൽ ഞങ്ങളുടെ ഈ സമരം DFO ഓഫീസിലേക്ക്, ചാലക്കുടിയിലുള്ള വാഴച്ചാൽ DFO ഓഫീസിലേക്ക് മാറ്റും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ കറുകുറ്റി പഞ്ചായത്തിൻ്റെ 7-ാം വാർഡ് ഏഴാറ്റൂർ പ്രദേശം ഏതാണ്ട് 4 വർഷത്തോളമായി ജനങ്ങൾ കാട്ടുമൃഗങ്ങളെ പേടിച്ച്, പ്രത്യേകിച്ച് ആന, പന്നി പേടിച്ച് ആണ് ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അതൊരു തമാശയായിട്ടാണ് കാണുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ഒരു കാര്യത്തിൽ ഇടപെടാതെ നബാർഡിൻ്റെ ഫണ്ട് 13 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് 3.5 വർഷക്കാലമായി ജനങ്ങളെ പറ്റിച്ചിട്ടിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ഒരു ഫണ്ട് വെച്ച് ഫെൻസിങ്ങിന് വേണ്ടി ചെയ്തിട്ട് അതുവരെ ഒരു കമ്പി വലിച്ചു കെട്ടാത്ത രീതിയിൽ തന്നെ ആ ഫണ്ട് ലാപ്സാക്കി കളയുകയൊക്കെ ചെയ്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഈ വാർഡിനകത്ത് ജനങ്ങൾ വർഷങ്ങളായി മാതാപിതാക്കൾ കൈമാറി തന്ന ഭൂമിയിലിരിക്കുന്ന തെങ്ങ്, അടയ്ക്കാമരം, ജാതി എല്ലാം അടക്കം, വാഴ അടക്കമുള്ള സാധനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വളരെയധികം, പ്രത്യേകിച്ച് കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഇത് ഉപജീവന മാർഗമായി കണ്ട് പലരും ഇത് ചെയ്തു പോകുന്നുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുത്തി നേരം വെളുക്കുമ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ വളരെ ഭീതിയോടെ തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥരടക്കം സമീപിക്കുമ്പോൾ നാളെ ആവും, മറ്റന്നാവും, 3-4 വർഷക്കാലമായി ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കൊച്ചുകുട്ടികളടക്കം ഈ പ്രതിഷേധ സമരം 24-ാം തീയതി 10 മണിക്ക് ജനകീയ സമരം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിക്കൊണ്ട് ഇതിൻ്റെ ആദ്യപടിയായി പല സമരങ്ങളും നടത്തിയെങ്കിലും അതൊന്നും ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കാതെ ചെല്ലുന്ന ആളുകളെ അവർ ചിരിച്ച് കളിച്ച് മോശപ്പെടുത്തി വിടുന്ന, കള്ളത്തരം പറഞ്ഞ്, പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആന കയറിയാൽ നമ്മൾ അവിടെ ചെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് വെറുതെ പറയുന്നതാണ്. ഉദ്യോഗസ്ഥരല്ല ഇപ്പോൾ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു വാച്ചറാണ്, ഒറ്റ വാച്ചർമാർ പലരുണ്ടെങ്കിലും ഒരു വാച്ചർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞു കിടക്കാണ്. മൃഗങ്ങളല്ല, ഇവിടെ മൃഗങ്ങൾ വന്നില്ല, അത് വെറുതെ പറയുന്നതാണ്. പുഴ ഞങ്ങളെല്ലാം മരിച്ചു പറക്കി, ആനയില്ല. നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ അവിടെ ചെയ്യാനായിട്ട്. നിസ്സാര കാര്യങ്ങൾ ചെയ്താൽ ആന വരാത്ത ഈ രീതിയിൽ അവിടെ ആ സ്ഥലം സംരക്ഷിക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത പല സ്ഥലങ്ങളിലും ഓരോ നൂൽക്കമ്പി വലിച്ച് കെട്ടിപ്പോയിട്ടുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. അതിൻ്റെ ഈ നാട്ടിലെ ശക്തമായ പ്രതിഷേധം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അംഗമെന്ന നിലയിൽ ഈ ജനങ്ങളുടെ ഒപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനകത്ത് പങ്കെടുത്ത് ഈ സമരത്തെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 7 മണിക്ക് തുടങ്ങി ഇവിടെ ആന വന്ന് ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന് വേണ്ട നടപടികൾ എടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പറയണേ. ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കൃഷികളും എല്ലാം നശിപ്പിച്ചു. 1 കൊല്ലം വർഷം എല്ലാം ഞങ്ങൾ ചെയ്തതൊക്കെ നശിച്ചു പോയി. ഞങ്ങളുടെ വാഴ
തെങ്ങ്, ജാതി എല്ലാനും മറിച്ചിട്ട് അവർ തിന്ന്. പന്നി അതിലപ്പുറം. ഞങ്ങൾക്ക് ഒരു സാധനവും ഞങ്ങൾ പണിയെടുത്തിട്ട് കിട്ടണില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താ വേണ്ടതെന്ന് ഉദ്യോഗസ്ഥർ പറയട്ടെ. അവർ പറഞ്ഞു, ഞാൻ റേഞ്ച് ഓഫീസറിനോട് ചോദിച്ചു. റേഞ്ചർ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോളി പറയുമെന്ന് പറഞ്ഞു. ഈ പോളിച്ചേട്ടൻ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. വാച്ചർ പോളി പറഞ്ഞു. പോളി പറഞ്ഞ കാരണം കൊണ്ട് അപ്പം ഞാൻ ചോദിച്ചു പോളിയാണോ ഇവിടുത്തെ ആൾ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രദേശത്ത് 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആനകളാണ്. ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഒക്കെ ആയിട്ട് ഞങ്ങൾ രാത്രി ഓടിച്ചു. ഒരു 7 ആന ഉണ്ടായി ഇന്നലെ രാത്രി. അവിടെ ഒരുപാട് തെങ്ങുകൾ ഒടിച്ച് കെട്ടി കളഞ്ഞു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. ഞാനിട്ട പച്ചക്കറിയും ഒക്കെ 1 മാസം കൊണ്ട് കഴിഞ്ഞ് വിളവെടുക്കേണ്ട പച്ചക്കറികളാണ്. കംപ്ലീറ്റും ചവിട്ടി കൂട്ടി എൻ്റെ നഴ്സറി മുതലായ സാധനങ്ങളും പൈപ്പും സാധനങ്ങളും ഒക്കെ നശിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള അയൽക്കത്തെ ആൾക്കാരുടെ കംപ്ലീറ്റ് സാധനങ്ങൾ നശിപ്പിച്ചിട്ടേക്കാണ് അവിടെ. ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടണമെന്നില്ല. അത് ചെന്ന് പറയുമ്പോൾ അവർ തമാശ രീതിയിൽ പറഞ്ഞ് തള്ളിക്കളയുന്നു. ആ രീതിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാച്ചർമാർ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി എൻ്റെ കൂടെ 2 വാച്ചർമാരുണ്ടായിരുന്നു കൂടെ ഓടിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. ഒരു ടോർച്ച് നല്ലതില്ല, ഒരു ഗുണ്ട് പൊടണ സാധനമില്ല. വലിയ ഗുണ്ട് ഓടിക്കുമ്പോൾ പറയും അത് ആന പേടിക്കും, അതുകൊണ്ട് ആനനെ അത് ചെയ്യാൻ പാടില്ലെന്നാണ് അവർ പറയണത്. ആ രീതിയിലാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് വേണ്ട ഒരു നടപടി എടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏഴാറ്റൂർ മേഖല ഒന്ന് ടൂറിസം മേഖലയാണെങ്കിൽ പോലും ഇവിടെ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർത്ത് ഇത്രയും കൃഷി മേഖലകളായി നിൽക്കുന്ന ഈ മേഖലയിൽ ഈ ആനയുടെ ശല്യത്തിന് ഏറ്റവും ഉത്തരവാദികളായിട്ടുള്ള ഇവിടുത്തെ റേഞ്ചർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും ഒരു കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലേക്കാണ് അവർ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയോ ദിവസങ്ങളായി ഈ ആന ഇവിടെ വന്ന് ഇതേപോലെ ശല്യം ചെയ്തിട്ട് പോലും അതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ചെന്ന് അവരോട് സംസാരിച്ചാൽ പോലും അവരിതൊന്നും മുഖവിലക്കെടുക്കാത്ത രീതിയിൽ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വരെ ഇവിടെ എത്രയോ കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ട് പോലും ആന നശിപ്പിച്ചിട്ട് പോലും ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവുന്നില്ല. ഇവിടെ ചില വാച്ചർമാരെ വെച്ചുകൊണ്ട് ഇവർ മുതലെടുക്കുന്നതല്ലാതെ അവർക്ക് മറ്റുള്ള സോഴ്സുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇതല്ല അവർക്ക് വലുത്. ഇവർക്ക് വലുത് ഏതൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു ആ രീതിയിലേക്ക് നിയമത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് അവരിവിടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടത്തുന്നത്. ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥയാണ് ഇന്ന് ഈ മേഖലയിൽ ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകാൻ കാരണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒക്ടോബർ 4-ാം തീയതി രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷം ഒരു മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ മകനുണ്ടായി, മകളുടെ മകനും. അപ്പോൾ അവർക്ക് വണ്ടി ആക്സിഡൻറ്റ് പറ്റി, വണ്ടി പന്നി തട്ടി മറിച്ചതാണ്. അവർ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്ന് അവർ ഇത് കടലാസുകളെല്ലാം അക്ഷയ വഴിയായിട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് ഇന്നേ വരെ ഒരു രൂപ പൈസ അവർ തരാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖം പ്രാപിച്ച് വരുന്നുള്ളൂ. 3-4 മാസമായി. അപ്പോൾ എപ്പോഴും അവർ ചോദിക്കുമ്പോൾ കടലാസുകൾ നടപടിയായി പോയിട്ടുണ്ടെന്നല്ലാതെ ഒരു തീരുമാനം അവർ പറയുന്നില്ല. റേഞ്ച് ഓഫീസിലായാലും മറ്റേ ഡെപ്യൂട്ടിയായിട്ട് എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊന്നും അവർ തീരുമാനം. കാട്ടുപന്നി കഴിഞ്ഞ വർഷം നമ്മുടെ ഒളിപ്പിൽ ആന കയറി പുഴയുടെ സൈഡാണ്. അപ്പോൾ ആന കയറിയിട്ട് അത് കൃഷിയെല്ലാം നശിച്ചു പോയി. നിസ്സാര തുച്ഛപരമായിട്ട് തുക എന്ന് പറഞ്ഞാൽ ഒരു കാപ്പിക്കാശ് പോലെ തന്നു പോയതല്ലാതെ ഒരു നടപടിയും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വളരെ വിഷമിച്ച് നിൽക്കണം. കാരണം ഏത് സമയത്തും വേണമെങ്കിൽ ആന കയറാം. കാരണം ഈ പുഴയിലാണ് ആന നിലനിൽക്കണേ. അവർ പുഴയിൽ നിന്ന് ആട്ടിക്കളയുന്നില്ല. അപ്പോൾ 7 കിലോമീറ്ററോളം വനത്തിൽ നിന്ന് കടന്ന് നീങ്ങാണ് ഈ പ്രദേശങ്ങളൊക്കെ നിൽക്കണേ. അപ്പോൾ അവർ നോക്കാത്തതിൻ്റെ ഒരു പോരായി കൊണ്ടാണ് ആന എല്ലാ ദിവസവും കാര്യങ്ങൾ റോട്ടിൽ കൂടെ അവരെ ഫെൻസിങ് അവരുടെ വണ്ടികളും പോകുന്നുണ്ട്, വാച്ചർമാരുണ്ട്. അതൊന്നും ഒരു ഗുണകരമായിട്ട് നാട്ടിൽ ആർക്കും കിട്ടുന്നില്ല. നമ്മൾ തൂമ്പ് കളച്ച് പണിയെടുത്ത് കൃഷി കിട്ടിയിട്ട് ആ കൃഷിയിൽ നിന്നും ഒരു ആദായം കിട്ടാനും മാർഗ്ഗമില്ല. കാട്ടുപന്നി ഒരു ഇത് ഇനിയിപ്പോൾ കാട്ടുപോത്തും വരും. ഒരു പ്രാവശ്യം വന്നു പോയതാണ്, ഇനിയിപ്പോൾ കടുവ വരും. ഇതൊക്കെ എല്ലാം ഇങ്ങനെ ഈ അകലമേഖലയിൽ നിന്ന് ഇവരൊരു ശാശ്വത പരിഹാരം കണ്ടെത്താതെ ഇത് നിലവിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് എന്തായാലും ഇതിനൊരു തീരുമാനം കണ്ടെത്തണം എന്ന് പറയാനുള്ളൂ.